നമസ്കാരം, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരവും മാതൃകാപരവുമായ ഒരു അധ്യയനത്തിലാണ് ഇപ്പോൾ ഒടുവിൽ തിരശ്ശീല വീണിരിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സും അവരുടെ ദീർഘകാല പരിശീലനം മുൻ ന്യൂസിലൻഡ് ക്യാപ്റ്റനുമായ സ്റ്റീഫൻ ഫ്ലെമിംഗും ഒടുവിൽ നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം പരസ്പര ധാരണയോടെ വഴിപിരിഞ്ഞിരിക്കുകയാണ്. IPLന്റെ ചരിത്രത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും ഒരു പരിശീലകനും തമ്മിൽ ഇത്തരം ദീർഘകാലം നീണ്ടുനിന്ന മറ്റൊരു കൂട്ടുകെട്ടുണ്ടായിട്ടില്ല. ആദ്യ സീസണായ 2008 ചെന്നൈ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്ററായി കളനിറങ്ങിയ ഫ്ലെമിംഗ് തൊട്ടടുത്ത സീസൺ മുതൽ ചെന്നൈയുടെ മുഖ്യ പരിശീലകന്റെ വേഷമണിയുകയായിരുന്നു. ഒരു സീസണിൽ താരമായും പിന്നീട് തുടർച്ചയായ 17 സീസണുകളിൽ പരിശീലകനായി മഞ്ഞപ്പടയുടെ എല്ലാ വിജയങ്ങളിലും പരാജയങ്ങളിലും തണലായി നിന്ന ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആ പദവിയിൽ നിന്നും ഔദ്യോഗികമായി പടിയിറങ്ങുന്നത്. ഫ്ലെമിംഗിന് കീഴിൽ 5 IPL കിരീടങ്ങളും 2 ചാമ്പ്യൻസ് ലീഗ് 2020 കിരീടങ്ങളുമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത്. കോച്ചിംഗ് റോളിൽ ഇനി സ്റ്റീഫൻ ഫ്ലെമിംഗിനെ ചെന്നൈയുടെ ഡഗ്ഔട്ടിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം CSK ഒപ്പം മറ്റൊരു പുതിയ റോളിൽ തുടരുമെന്ന് തന്നെയാണ് ടീം ഉടമ രൂപ് ഗുരുനാഥ് ക്രിക്കറ്റ് പ്രേമികളെ അറിയിച്ചിരിക്കുന്നത്. ഫ്ലെമിംഗിന്റെ ഈ അപ്രതീക്ഷിത പടിയിറക്കത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആരാവും അടുത്ത CSK കോച്ച് എന്നതാണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ ചരിത്രപ്രസിദ്ധമായ റോളിലേക്ക് വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ആ 3 വമ്പന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ചീഫ് കോച്ചായി വരാനിടയുള്ളവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പേര് ഇന്ത്യയുടെ മുൻ ഇതിഹാസ ബാറ്ററും മുൻ ക്യാപ്റ്റനും മുൻ ഇന്ത്യൻ കോച്ചുമെല്ലാമായി തിളങ്ങിയ രാഹുൽ ദ്രാവിഡിന്റേതാണ്. ഇന്ത്യൻ ടീമിനെ 2024 T20 ലോകകപ്പിൽ കിരീടത്തിലേക്ക് നയിച്ച ശേഷം അദ്ദേഹം നിലവിൽ മറ്റു ടീമിന്റെ ഭാഗമല്ല. കഴിഞ്ഞ 2025 IPL സീസണിന് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലക സ്ഥാനമൊഴിഞ്ഞ ദ്രാവിഡ് അതിനുശേഷം ക്രിക്കറ്റിൽ മറ്റു റോളുകളൊന്നും ഏറ്റെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോക ക്രിക്കറ്റിൽ തന്നെ വളരെ മികച്ച കോച്ചിംഗ് റെക്കോർഡുള്ള തന്ത്രജ്ഞനായ പരിശീലകരിൽ ഒരാളാണ് രാഹുൽ ദ്രാവിഡ്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിനെ ഏഷ്യൻ മണ്ണിലും പിന്നീട് സീനിയർ ഇന്ത്യൻ ടീമിനെ കരീബിയൻ മണ്ണിലും ലോക ചാമ്പ്യന്മാരാക്കിയ അപൂർവ റെക്കോർഡ് ദ്രാവിഡിന് സ്വന്തമാണ്. എന്നാൽ IPLിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിനൊപ്പം അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരേ ഒരു സീസൺ മാത്രം രാജസ്ഥാനെ പരിശീലിച്ച ശേഷം ദ്രാവിഡ് അവിടുത്തെ പദവി ഒഴിഞ്ഞു മാറുകയായിരുന്നു. വളരെ ശാന്തപ്രകൃതമുള്ള രാഹുൽ ദ്രാവിഡ് യുവ കളിക്കാരെ കൃത്യമായി നിരീക്ഷിച്ച് വളർത്തിയെടുക്കുന്നതിലും ഡ്രസ്സിംഗ് റൂമിൽ കടുത്ത സമ്മർദ്ദഘട്ടങ്ങളിൽ സമാധാനപരമായ ഒരു മികച്ച അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിലും ഒരുപോലെ മികവ് പുലർത്തുന്നയാളാണ്. CSK പോലെ IPLിൽ മഹത്തായ പാരമ്പര്യമുള്ള ശാന്തതയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് ഇങ്ങനെ ഒരാളെ തന്നെയാണ് അടുത്ത കോച്ചായി ആവശ്യമുള്ളത്. പെരുമാറ്റത്തിലും തന്ത്രപരമായ സമീപനത്തിലും സ്റ്റീഫൻ ഫ്ലെമിംഗുമായി ചില അത്ഭുതകരമായ സാദൃശ്യങ്ങൾ രാഹുൽ ദ്രാവിഡിൽ കാണാൻ സാധിക്കും. ഇതുതന്നെയാണ് അദ്ദേഹത്തെ ഈ പരിശീലക സ്ഥാനത്തേക്ക് ചെന്നൈ മാനേജ്മെന്റ് ഏറ്റവും പ്രിയപ്പെട്ട ഫേവറേറ്റാക്കി മാറ്റുന്നത്. എന്നാൽ രാഹുൽ ദ്രാവിഡ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹെഡ് കോച്ചായി എത്തിയാൽ CSK ടീമിലുള്ള മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ ഭാവി എന്തായിരിക്കുമെന്ന കാര്യത്തിൽ വലിയൊരു വിഭാഗം ആരാധകർക്കിടയിലും ആശങ്കകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2025 IPL സീസണിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരിക്കെയാണ് ഹെഡ് കോച്ചായി ദ്രാവിഡ് അവിടെ എത്തിയത്. പക്ഷേ ക്രിക്കറ്റ് ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ആ ദ്രാവിഡ് സഞ്ജു കോംബോ വിചാരിച്ചതുപോലെ മൈതാനത്ത് ഒട്ടും ക്ലിക്കായില്ല. മാത്രമല്ല ടീമിന്റെ തന്ത്രങ്ങളെക്കുറിച്ചും സെലക്ഷനെക്കുറിച്ചും ഇവർക്കിടയിൽ ഡ്രസ്സിംഗ് റൂമിൽ ചില വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. സഞ്ജു സാംസന്റെ വർഷങ്ങളായി കളിച്ച തന്റെ പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയിലേക്ക് ചേക്കേറാൻ ഉണ്ടായ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഈ ദ്രാവിഡുമായുള്ള പൊരുത്തക്കേടുകൾ ആയിരിക്കുമെന്നും പല പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകരും അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദ്രാവിഡ് CSK കോച്ചായി വന്നാൽ ചെന്നൈ ടീമിൽ സഞ്ജുവിന്റെ റോൾ എങ്ങനെയായിരിക്കുമെന്നത് കളിപ്രേമികൾക്കിടയിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യയുടെ മുൻ ബാറ്ററും നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യ കോച്ചുകളിൽ ഒരാളുമായ തമിഴ്നാട്ടുകാരൻ ഹേമന്ത് ബെദാനിയാണ് ഈ ലിസ്റ്റിലെ അടുത്ത പ്രധാന താരം. സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ യഥാർത്ഥ പകരക്കാരനായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡഗ്ഔട്ടിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ബെദാനിക്കാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള രാജ്യത്തെ മുൻനിര മാധ്യമങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഈ വാർത്തകളോട് ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റോ ഹേമന്ത് ബെദാനിയോ യാതൊരുവിധ ഔദ്യോഗിക പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിശീലക റോളിൽ കഴിഞ്ഞ 2 സീസണുകളിൽ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ തന്റേതായ തന്ത്രങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു മികച്ച പരിശീലകൻ തന്നെയാണ് ഹേമന്ത് ബെദാനി. ദുബായ് ക്യാപിറ്റൽസിന്റെ ഇന്റർനാഷണൽ ലീഗ് 2020ലും അതിലുപരി നാട്ടിലെ പ്രശസ്തമായ ചെപ്പോക്ക് സൂപ്പർ ലീഗിന് തമിഴ്നാട് പ്രീമിയർ ലീഗ് തുടർച്ചയായി 4 തവണ ജേതാക്കളാക്കാനും ബെദാനിയുടെ പരിശീലന മികവിന് സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട് ക്രിക്കറ്റും ചെന്നൈയിലെ ചെപ്പോക്ക് പിച്ചിന്റെ സ്വഭാവവും കൃത്യമായി അറിയാവുന്ന പ്രാദേശിക താരം കൂടിയാണ് ബെദാനി എന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് അദ്ദേഹത്തോട് താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളവരിൽ മൂന്നാമത്തെയും ഏറ്റവും വൈകാരികവുമായ പേര് മുൻ ഇതിഹാസ നായകൻ സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ വലംകൈയുമായിരുന്ന സാക്ഷാൽ MS ധോണിയുടേതാണ്. കളിക്കാരൻ എന്ന നിലയിലും ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം ഇനിയും പൂർണ്ണമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത IPL സീസണിൽ കൂടി ഒരു കളിക്കാരനായി അദ്ദേഹം CSK ജേഴ്സി തുടരാൻ സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി കഠിനമായ ഫിറ്റ്നസും പ്രശ്നങ്ങളും പ്രായത്തിന്റേതായ ബുദ്ധിമുട്ടുകളും ധോണിയെ നിരന്തരം അലട്ടുന്നുണ്ട്. സ്റ്റീഫൻ ഫ്ലെമിംഗിനെ പോലെയുള്ള തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിയെക്കുറിച്ച് അടിമുടി അറിയുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി അത് MS ധോണി മാത്രമാണ്. 2008 മുതൽ ടീമിന്റെ നട്ടെല്ലായി കൂടെയുള്ള ധോണി ചെന്നൈയുടെ തന്ത്രങ്ങളുടെ പ്രധാന ശില്പിയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലെമിംഗ് ഒഴിഞ്ഞ പദവിയിലേക്ക് ധോണി നേരിട്ട് ഒരു ഹെഡ് കോച്ചായോ അല്ലെങ്കിൽ മെന്ററായോ കടന്നു വന്നാൽ മറ്റേരെക്കാളും എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ടീമിനെ പൂർണ്ണമായും തന്റെ തന്ത്രപരമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനും ധോണിക്ക് സാധിക്കും.
ചെന്നൈ ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ധോണി കോച്ചിംഗ് വേഷത്തിൽ ടീമിനൊപ്പം തുടരുന്നതിലാണ്. 18 വർഷം ഒരു ടീമിനെ ഒരേ വിജയവഴിയിൽ നയിച്ച സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന ഇതിഹാസ പരിശീലകന്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മാനേജ്മെന്റിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പുതിയൊരു കോച്ച് വരുമ്പോൾ അത് ടീമിന്റെ മൊത്തത്തിലുള്ള സംസ്കാരത്തെയും കളിക്കാരുടെ സെലക്ഷൻ രീതികളെയും ബാധിക്കും. രാഹുൽ ദ്രാവിഡിന്റെ അനുഭവ സമ്പത്തോ ഹേമന്ത് ബദാനിയുടെ പ്രാദേശികമായ തന്ത്രങ്ങളോ അതോ ധോണിയുടെ അസാമാന്യ ലീഡർഷിപ്പോ ഏതാണ് ചെന്നൈ തിരഞ്ഞെടുക്കുക എന്നത് വരും ദിവസങ്ങളിൽ IPL ലോകത്തേക്ക് വലിയ ചർച്ചയാകും. മേഘാലയത്തിന് മുമ്പ് തന്നെ പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ച് ടീമിന്റെ അടിത്തറ ഭദ്രമാക്കുന്നതിനായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കുക. സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന ദ്രോണാചാര്യയുടെ പടിയിറക്കം ചെന്നൈ സൂപ്പർ കിങ്സിൽ ഒരു വലിയ യുഗത്തിൽ അവസാനമാണ് കുറിക്കുന്നത്. എങ്കിലും മഞ്ഞപ്പടയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കെൽപ്പുള്ള പുതിയൊരു പരിശീലകൻ വൈകാതെ തന്നെ ചെപ്പൂക്കിലേക്കെത്തും. ദ്രാവിഡോ ബദാനിയോ അതോ ധോണി തനിയോ ആരായാലും ചെന്നൈ വീണ്ടും ഒരു കിരീടത്തിലേക്ക് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തത്തിലായിരിക്കും അവർക്ക് മുന്നിലുള്ളത്. ദ്രാവിഡ് കോച്ചായി വന്നാൽ സഞ്ജു സാംസണുമായുള്ള കെമിസ്ട്രി എങ്ങനെയാകുമെന്ന് കാണാൻ മലയാളി ക്രിക്കറ്റ് പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നീണ്ട 18 വർഷത്തെ സേവനത്തിന് ശേഷം സ്റ്റീഫൻ ഫ്ലെമിംഗ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചെന്നൈയുടെ പുതിയ കോച്ചായി രാഹുൽ ദ്രാവിഡ്, ഹേമന്ത് ബദാനി, MS ധോണി എന്നിവരിൽ ആരാണ് വരേണ്ടത്? ദ്രാവിഡ് കോച്ചായി വന്നാൽ അത് മലയാളി താരം സഞ്ജു സാംസന്റെ CSKയിലെ ഭാവിയെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്ത് ഇത്തരം ചൂടേറിയ വാർത്തകൾക്കും ആഴത്തിലുള്ള വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് ബീറ്റ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.